UDF അധികാരത്തിൽ വരികയാണെങ്കിൽ LDFിലുള്ള ചില ഘടകകക്ഷികളുടെ ഭാവി എത്തരത്തിലായിരിക്കും? ഇനി LDF തന്നെയാണ് വീണ്ടും അധികാരത്തിൽ വരുന്നതെങ്കിൽ UDFിലുള്ള ഘടകകക്ഷികളുടെയും കാര്യം എങ്ങനെയായിരിക്കും? ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. കാരണം LDFിനെ സംബന്ധിച്ചിടത്തോളം തുടർഭരണം കിട്ടിയില്ലെങ്കിൽ അവർക്ക് ചില ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം വലിയ മുമ്പോട്ട് പോക്ക് വലിയ പ്രയാസത്തിലായിരിക്കും. UDFിലെ ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭരണം കിട്ടിയില്ല എങ്കിൽ വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ട ഗതികേട് വന്നാൽ UDFിലുള്ള ഘടകകക്ഷികൾ ചില കടുത്ത തീരുമാനത്തിലേക്ക് കടക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, അതായത് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വന്നിരിക്കുന്ന സ്ഥിതിക്ക് UDFിന് അനുകൂലമായ ഒരു സാഹചര്യം കാണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് UDFിലെ ഘടകകക്ഷികളെ അങ്ങോട്ട് മാറ്റി നിർത്താം. അവർ ശക്തി പ്രാപിക്കും, പോഷിച്ച് തടിച്ച് വളർന്നു കയറി വരട്ടെ. ഒറ്റയാൾ പട്ടാളങ്ങളായിട്ടുള്ള ഘടകകക്ഷികൾക്കൊക്കെ മന്ത്രിസ്ഥാനം കൊടുത്ത് അവർ തഴച്ചു വളരും. UDFിലെ ഒരു ഘടകകക്ഷി തന്നെ ഇല്ലാതായി കഴിഞ്ഞു. ഇക്കുറി തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ചില്ല. ആന്റണി രാജുവിൻ്റെ ജനാധിപത്യ കേരള കോൺഗ്രസ്, ആന്റണി രാജു ഇല്ലാതെ അതിനകത്ത് വേറെ ആരുമില്ല. പിന്നെ കോൺഗ്രസ് എസ് രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂരിൽ മത്സരിച്ചു. രാമചന്ദ്രൻ കടന്നപ്പള്ളി തോക്കും, അത് അവിടെ വച്ച് അവസാനിക്കും. ശശീന്ദ്രനും തോക്കും. ആ ഘടകകക്ഷികളൊക്കെ തന്നെ അങ്ങനെ ഇല്ലാതാകും. അതുപോലെ തന്നെ RSP ലെനിനിസ്റ്റ് കുന്നത്തൂർ മത്സരിക്കുന്ന, കുന്നത്ത് നാട് മത്സരിക്കുന്ന, അപ്പോൾ അതും ഇല്ലാതാകും. ഉല്ലാസ് കോവൂരാണ് അവിടെ മത്സരിക്കുന്നത്, UDFിന്റെ സ്ഥാനാർത്ഥി. അപ്പോൾ കോവൂർ കുഞ്ഞുമോന് വിജയസാധ്യത ഇല്ലാതാകുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ആ ഘടകകക്ഷിയും അതോടുകൂടി ഇല്ലാതാകും. മറ്റു ചില പ്രബലമായ ഘടകകക്ഷികൾ എന്ന് പറയുന്നത് നമുക്കറിയാം. CPI ഉണ്ട്. അതുകൂടാതെ കേരള കോൺഗ്രസ് മാണി വിഭാഗം 2021 CPMലേക്ക് LDFിലേക്ക് വന്ന മാണി വിഭാഗം 26 തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ടേക്ക് ചാടാൻ തുടങ്ങി. പക്ഷേ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ പിളർത്തും പിണറായി വിജയൻ എന്ന് മനസ്സിലായതോടുകൂടിയാണ് ജോസ് കെ മാണി അപ്പുറത്തേക്ക് കടക്കാതെ ഇപ്പുറത്ത് നിന്നത്. കാരണം ഭരണം UDFിലേക്ക് പോകും എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സാഹചര്യം വരെയും ഉറപ്പ് തന്നെ ആയിരുന്നു. ഇവിടെ ഇപ്പോൾ ഫലം അനുകൂലമായ സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ ജോസ് കെ മാണി ധർമ്മസങ്കടത്തിൽ തന്നെ നിൽക്കുകയാണ്. ഈ LDFിന് പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ ഘടകകക്ഷികൾക്കും CPIക്കും വലിയ പതനമായിരിക്കും ഉണ്ടാകുന്നത്. CPI ഒക്കെ വളരെ ചുരുങ്ങും എന്നുള്ളത് ഉറപ്പാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗവും ചുരുങ്ങും. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ മന്ത്രിയായിരുന്ന റോഷി അഗസ്റ്റിൻ മത്സരിച്ച ഇടുക്കി മണ്ഡലം, ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് റോഷി അഗസ്റ്റിൻ തന്നെ പരാജയപ്പെടും എന്നുള്ളതാണ്. ഇടുക്കി ജില്ലയിലെ 5 സീറ്റുകളിൽ 5ലും UDFിന്റെ മിന്നുന്ന പ്രകടനം ആണ് ഉണ്ടായത്. അതിൽ അത്തരത്തിലുള്ള വിജയം തന്നെ ഉണ്ടാകുമെന്നുള്ളൊരു കണക്കുകൂട്ടലിലുമാണ് നിൽക്കുന്നത്. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എന്തുകൊണ്ട് ഇപ്പുറത്തേക്ക് വരുന്ന കാര്യത്തിലെല്ലാം ഉഴപ്പി എന്നും അത് നടക്കാതെ പോയതും. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം പാല കിട്ടണം. പാലയിൽ നിന്ന് മാണി സി കാപ്പനൊട്ട് മാറിക്കൊടുത്തുമില്ല. അവിടെ അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ്. മാണി സി കാപ്പനും ജോസ് കെ മാണിയും ഷോൺ ജോർജുമായിട്ട്. ഷോൺ ജോർജ് ആദ്യഘട്ടം ഒക്കെ തന്നെ അവിടെ മികച്ച പ്രകടനത്തിലേക്കാണ് പോയത്. അതുകൊണ്ടാണ് അതിശക്തമായ ത്രികോണ മത്സരത്തിലേക്കും വന്നത്. അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് കേന്ദ്ര സർക്കാർ ഈ വിദേശ ഫണ്ടിൻ്റെ പുതിയ നയവും ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങിയത്. അത് ക്രൈസ്തവ സഭകളും ക്രൈസ്തവരിലും അല്പം BJPയോട് ഒരു അകൽച്ച ഉണ്ടാക്കി. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്
ഷോൺ ജോർജിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഷോൺ ജോർജ് മാത്രമല്ല, പൂഞ്ഞാറിൽ PC ജോർജിനും കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യനും അതിൻ്റെ ഒരു ദോഷഫലങ്ങൾ ഉണ്ടാകുമെന്നുള്ള കണക്കുകൂട്ടൽ രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുന്നുണ്ട്. എന്തായാലും ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം മാണി സി കാപ്പൻ അവിടെ വലിയ പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ട് വന്നത്. കെ മാണിയുടെ ഭരണത്തെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ പോലും കേരള കോൺഗ്രസ് പക്ഷത്തിന് വിജയിച്ചു വരാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും ലോക്സഭാ സീറ്റിലും പരാജയം നേരിട്ടു. അങ്ങനെ കേരള കോൺഗ്രസ് എല്ലാ തരത്തിലും പതനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മറിച്ച് UDFിലുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ശക്തി പ്രാപിച്ചു എന്നുള്ളതാണ്. അവർ കൊടുത്തിരിക്കുന്ന മണ്ഡലങ്ങളിൽ 6 സീറ്റെങ്കിലും അവർ നേടിയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇനിയിപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആയിരിക്കും ശക്തിയാർജിച്ച കേരള കോൺഗ്രസ് ആയി മാറാൻ പോകുന്നത്. ജോസ് കെ മാണി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അത് പാർട്ടിക്ക് വലിയൊരു തകർച്ചയിലേക്കാണ് തന്നെ പോകുന്നത്. നമ്മൾ കേരള കോൺഗ്രസിനെ കുറിച്ച് പറയും, വളരും തോറും പിളരും, പിളരും തോറും വളരും എന്നൊക്കെ. പക്ഷെ ഇവിടെ അത് വലിയ ഒരു വിനാശകരമായ ഘട്ടത്തിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഇനിയും അടുത്ത 5 വർഷക്കാലം ഭരണമില്ല എന്നുണ്ടെങ്കിൽ അവിടെയും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അവരെ സംബന്ധിച്ചിടത്തോളം, ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഒരു മന്ത്രി പദവി എങ്കിലും ഇല്ലാതെ അദ്ദേഹത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. 2021 തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി പരാജയപ്പെട്ടു പാലയിൽ നിന്ന്. പരാജയപ്പെട്ടതോ കൂടെയുള്ള മുന്നണിയിൽപ്പെട്ട പ്രബല കക്ഷി CPM പരാജയപ്പെടുത്തിയതാണോ ശരി എന്നുള്ളതും ഒരു ചോദ്യം ഉയരാം. പരാജയപ്പെടുത്തിയത് എന്ന് പറയാൻ ആർക്കും മടിക്കേണ്ട കാര്യമില്ല. കാരണം ജോസ് കെ മാണിയെ പോലുള്ള ഒരാള് വിജയിച്ചു വന്നു കഴിഞ്ഞാൽ അത് വകുപ്പിന്റെ കാര്യത്തിൽ ബാർഗെയിനിങ് ഉണ്ടാകും എന്നുള്ള കൃത്യമായ കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നു. അത് പിണറായി വിജയൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് തോൽപ്പിക്കുക എന്നുള്ള രീതി അവിടെ എടുത്തത്. എന്തായാലും ജോസ് കെ മാണി വിഭാഗം 2021 LDFിനോടൊപ്പം ചേർന്നത് കൊണ്ട് സെൻട്രൽ ട്രാവൻകൂറിൽ ഇവർക്ക് വലിയ മധ്യകേരളത്തിൽ വലിയ നേട്ടമുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രബലമായ നേട്ടമാണ്. 26 തെരഞ്ഞെടുപ്പിലേക്ക് സഭ തന്നെയാണ് പറഞ്ഞത് ജോസ് കെ മാണിയോട് ഇപ്പുറത്തേക്ക് വരാൻ. പക്ഷെ പിണറായി വിജയൻ തന്നെ ഇങ്ങോട്ടേക്കുള്ള നീക്കം പൂട്ടിയതും. ജോസ് കെ മാണി ഇറങ്ങിയിരുന്നുവെങ്കിൽ അത് പിളർപ്പിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നു. എന്തായാലും LDF വീണ്ടും അധികാരത്തിൽ വരാതെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കാണെങ്കിൽ അത് ഘടകകക്ഷികൾക്കൊക്കെ വലിയ സാരമായ അപകടം ഉണ്ടാക്കി വയ്ക്കും. ആ സാരമായ അപകടം കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗവും അനുഭവിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.